ലൂക്കോസ് എഴുതിയ ഈസ അൽ മസീഹിന്റെ പരിശുദ്ധ ഇഞ്ചീൽ അധ്യായം 6. ഒരു യൗമുൽ സാബത്തിൽ ഈസ ഗോതമ്പ് പാടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ സ്വഹാബികൾ കതിരുകൾ പറിച്ച് കൈകളിൽ വെച്ച് തിരുമ്മി തിന്നു. ഫരിസേയരിൽ ചിലർ ചോദിച്ചു, മൂസയുടെ ശരീഅത്ത് അനുവദിക്കാത്തത് യൗമുൽ സാബത്തിൽ നിങ്ങൾ ചെയ്യുന്നതെന്ത്? ഈസ അവരോട് പറഞ്ഞു, വിശന്നപ്പോൾ ദാവൂദും അവരുടെ കൂടെയുള്ളവരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ബൈത്തുള്ളയുടെ ഉള്ളിൽ കടന്ന് മൂസയുടെ ശരീഅത്ത് പ്രകാരം ഇമാമുമാർക്കല്ലാതെ മറ്റാർക്കും ഉജീനിക്കാൻ അനുവാദമില്ലാത്ത നേർച്ച വെച്ച വിശുദ്ധ അപ്പമെടുത്ത് തിന്നുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തുവല്ലോ. ഈസ അവരോട് പറഞ്ഞു, ഇബ്നുൽ ഇൻസാൻ സാബത്തിന്റെയും റബ്ബാണ്. മറ്റൊരു യൗമുൽ സാബത്തിൽ അവൻ ഒരു പള്ളിയിൽ ചെന്ന് തഅലീം കൊടുക്കുകയായിരുന്നു. അവിടെ വലതുകൈ ശോഷിച്ച ഒരാളുണ്ടായിരുന്നു. ഫരിസേയരും മൂസയുടെ ശരീഅത്തിന്റെ മുഅല്ലിമീങ്ങളും യൗമുൽ സാബത്തിൽ അവന് ശിഫ നൽകുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഈസയെ കുറ്റം ചുമത്താൻ ഉള്ള കാരണം കണ്ടെത്തുവാനാണ് ഇങ്ങനെ ചെയ്തത്. അവൻ അവരുടെ ഫിക്ർ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് എല്ലാവരുടെയും നടുവിൽ വന്ന് നിൽക്കുക. അവൻ അവിടെ എഴുന്നേറ്റ് നിന്നു. ഈസ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യൗമുൽ സാബത്തിൽ ഖൈറ് ചെയ്യുന്നതോ ഷെർറ് ചെയ്യുന്നതോ ഹയാത്തിനെ രക്ഷിക്കുന്നതോ ഫസാദാക്കുന്നതോ ഏതാണ് മൂസയുടെ ശരീഅത്ത് അനുവദിക്കുന്നത്? അവിടെ കൂടിയിരുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അവന്റെ കൈ ശിഫയായി. അവരെല്ലാവരും ഹാലിളക്കിക്കൊണ്ട് ഈസയെ എന്താണ് ചെയ്യേണ്ടതെന്ന് തമ്മിൽ ആലോചിക്കുവാൻ തുടങ്ങി. മറ്റൊരു ദിവസം ഈസ ദുആ ചെയ്യാനായി ഒരു മലയിലേക്ക് പോയി അവിടെ രാത്രി മുഴുവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഫജ്ർ വെളിവായപ്പോൾ അവൻ സ്വഹാബികളെ തന്റെ ഖരീബിൽ വിളിച്ചു. അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് റസൂലുകൾ എന്ന് പേര് വിളിച്ചു. ഇതാണ് അവരുടെ പേരുകൾ: പത്രോസ് എന്ന് ഈസ പേര് വിളിച്ച ശിമയോൻ, അവന്റെ അഖ്വായ അന്ത്രു, യാക്കോബ്, യൂഹന്ന, ഫിൽബോസ്, ബർത്തലോമായി, മത്തായി, തുമാസ്, അൽഫയുടെ പുത്രനായ യാക്കോബ്, മാറൂഫായ ശിമയോൻ, യാക്കോബിന്റെ ഇബ്നുവായ യഹൂദ, ഒറ്റുകാരനായി തീർന്ന യൂദാ ഇസ്കറിയോത്ത്. ഈസ റസൂലുമാരോടൊപ്പം മലയിറങ്ങി ഒരു നിരന്ന സ്ഥലത്ത് വന്നു നിന്നു. അവന്റെ സ്വഹാബികളുടെ ഒരു വലിയ കൂട്ടവും യഹൂദിയായുടെ നാനാഭാഗങ്ങളിൽ നിന്നും ജെറുസലേമിൽ നിന്നും സോർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയൊരു ജനക്കൂട്ടവും ഈസയോടൊപ്പം ഉണ്ടായിരുന്നു. അവർ ഈസയുടെ കലിമ കേൾക്കാനും അവരുടെ ദീനങ്ങൾക്ക് ശിഫ നേടാനുമായിരുന്നു വന്നത്. റൂഹുൻ നജിസ് ബാധിച്ച് അദാബിലായവരും ശിഫയായി. ജനങ്ങളെല്ലാം ഈസയെ ഒന്ന് തൊടുവാൻ ശ്രമിച്ചു. കാരണം അവനിൽ നിന്ന് ഖുവ്വത്ത് പുറപ്പെട്ട് എല്ലാവരെയും ശിഫയാക്കിയിരുന്നു. ഈസ സ്വഹാബികളെ നോക്കി പറഞ്ഞു, മിസ്കീനുകളായ നിങ്ങൾ നസീബുള്ളവർ, എന്തെന്നാൽ അള്ളാഹുവിന്റെ രാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ നസീബുള്ളവർ, എന്തെന്നാൽ നിങ്ങൾക്ക് റാഹത്താകും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ നസീബുള്ളവർ, എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും. ഇബ്നുൽ ഇൻസാന്റെ അനുയായികളായതുകൊണ്ട് മനുഷ്യർ നിങ്ങളെ വെറുക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേരുകൾ ഷർറായതാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നസീബുള്ളവർ. ജന്നത്തിൽ നിങ്ങളുടെ ജായിസത്ത് വലുതായിരിക്കുന്നതിനാൽ ആ വക്തിൽ നിങ്ങൾ സആദത്തിലായി തുള്ളിച്ചാടുകയും. അവരുടെ ഉപ്പാപ്പന്മാർ നബിമാരോടും അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ സമ്പന്നരായവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, എന്തെന്നാൽ നിങ്ങളുടെ റാഹത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഒജീനിച്ചു റാഹത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, എന്തെന്നാൽ നിങ്ങൾ ദുഃഖിച്ചു കരയും. മനുഷ്യരെല്ലാം നിങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, എന്തെന്നാൽ അവരുടെ ഉപ്പാപ്പന്മാർ ദജ്ജാലുകളായ നബിമാരോട് പെരുമാറിയത് അങ്ങനെയായിരുന്നുവല്ലോ. എന്നാൽ എൻ്റെ കലാം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഹുബ്ബ് വെക്കുവിൻ, നിങ്ങളെ വെറുക്കുന്നവർക്ക് ഖൈറ് ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ നിഅമത്ത് ചെയ്യുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി ദുആ ഇരിക്കുവിൻ. നിന്റെ ഒരു കവിളിൽ അടിക്കുന്നവന് മറ്റേ കവിളും കാണിച്ചു കൊടുക്കുക. നിന്റെ മേൽക്കുപ്പായം എടുക്കുന്നവന് ഉടുപ്പും കൂടി വിട്ടുകൊടുക്കുവാൻ മടിക്കരുത്. നിന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക. നിനക്ക് അവകാശമുള്ളത് എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്.
മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അവരോടും ചെയ്യുക. നിങ്ങളെ ഹുബ്ബ് വെക്കുന്നവരെ നിങ്ങളും ഹുബ്ബ് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ഫായ്ദ കിട്ടും? പാപികളും അവരെ ഹുബ്ബ് വെക്കുന്നവരെ ഹുബ്ബ് വെക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഹൈറ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ഹൈറ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഫായ്ദ കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് ആശിച്ചുകൊണ്ട് വായ്പ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്ത് ഫായ്ദ കിട്ടും? പാപികളും അതേ തുക തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പാപികൾക്ക് വായ്പ കൊടുക്കുന്നു. എന്നാൽ നിങ്ങളോ ശത്രുക്കളെ ഹുബ്ബ് വെക്കുവിൻ, അവർക്ക് ഹൈറ് ചെയ്യുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ ജായിദത്ത് വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. കാരണം അവൻ ശുക്ർ ചെയ്യാത്തവർക്കും ഷർറ് ചെയ്യുന്നവർക്കും റഹ്മത്ത് നൽകുന്നു. അതിനാൽ നിങ്ങളുടെ അബ്ബ റഹീമായിരിക്കുന്നത് പോലെ നിങ്ങളും റഹീമായിരിക്കുക. നിങ്ങൾ ആരെയും ഹിസാബ് ചെയ്യരുത്, എന്നാൽ നിങ്ങളെയും അള്ളാഹു ഹിസാബ് ചെയ്യുകയില്ല. ആർക്കും ശിക്ഷ വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും അള്ളാഹുവിന്റെ ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. മറ്റുള്ളവരോട് സബൂറാക്കുവിൻ, എന്നാൽ നിങ്ങളോടും അള്ളാഹു സബൂറാക്കും. കൊടുക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അളവ് പാത്രത്തിൽ അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന നിലയിൽ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. നിങ്ങൾ അളക്കുവാൻ ഉപയോഗിക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈസ ഈ മസലയും അവരോട് പറഞ്ഞു, കുരുടന് കുരുടനെ വഴി കാണിക്കുവാൻ സാധിക്കുമോ? രണ്ടുപേരും കുഴിയിൽ വീഴുകയില്ലയോ? സ്വഹാബികൾ മുഅല്ലിമിനേക്കാൾ വലിയവരല്ല. എല്ലാം പൂർണ്ണമായി തഅലീമാക്കുമ്പോൾ അവൻ മുഅല്ലിമിനെ പോലെയാകും. എന്നാൽ നിന്റെ അഹുവിന്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ കോൽ കാണാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കെ അത് കാണാതെ നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് നിന്റെ അഹുവിനോട് പറയുവാൻ നിനക്കെങ്ങനെ കഴിയും? മുനാഫിക്കായവനെ, ആദ്യം നിന്റെ കണ്ണിലെ കോൽ എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ അഹുവിന്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ വ്യക്തമായി കാണുമല്ലോ. നല്ല മരം ചീത്ത ഫലങ്ങൾ തരുന്നില്ല, ചീത്ത മരം നല്ല ഫലങ്ങളും തരുന്നില്ല. ഓരോ മരവും അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം പറിക്കുവാനും മുൾപടർപ്പിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുവാനും കഴിയുകയില്ലല്ലോ. സ്വാലിഹായ ഇൻസാൻ തന്റെ കൽബിൽ നിറഞ്ഞിരിക്കുന്ന ഖൈറിൽ നിന്ന് ഖൈർ പുറപ്പെടുവിക്കുന്നു. ഷർറായ ഇൻസാൻ തന്റെ കൽബിലെ ഷർറിൽ നിന്നും ഷർറ് പുറപ്പെടുവിക്കുന്നു. കാരണം കൽബിൽ നിറഞ്ഞു കവിയുന്നതാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ റബ്ബേ റബ്ബേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ ഖരീബിൽ വന്ന് എൻ്റെ കലിമ കേൾക്കുകയും അതനുസരിച്ചുള്ള അമല് ചെയ്യുകയും ചെയ്യുന്നവനെല്ലാം ആരോടാണ് തുല്യൻ എന്ന് ഞാൻ പറഞ്ഞു തരാം. ആഴത്തിൽ കുഴി കുഴിച്ച് പാറമേൽ തറക്കല്ലിട്ട് പുര പണിത മനുഷ്യനോട് തുല്യനാണവൻ. വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ പുരയെ ഇളക്കാൻ കഴിഞ്ഞില്ല, കാരണം അത് ഉറപ്പോടെ പണിയപ്പെട്ടിരുന്നു. എന്നാൽ എൻ്റെ കലിമ കേട്ടിട്ട് അതനുസരിച്ചുള്ള അമല് ചെയ്യാത്തവനോ അടിസ്ഥാനമിടാതെ മണ്ണിന്മേൽ പുര പണിതവന് തുല്യൻ. ഒഴുക്ക് ആ പുരമേൽ അടിച്ചയുടനെ അത് തകർന്നു വീണു. ആ പുരയുടെ നാശം പൂർണ്ണമായിരുന്നു.